വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വ്ളോഗ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ. ഇപ്പം ഏകദേശം പുലർച്ചെ ഒരു 4:30-4:45 കേട്ടോ. ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിലെ പറശ്ശിനിക്കടവ് മുത്തപ്പൻകാവിലേക്കാണ് ഇന്ന് പോകുന്നത്. അപ്പം ഞാനും ഏട്ടനും ഷിറ്റുമാണ് ഞങ്ങൾ ബൈക്ക് എടുത്തിട്ടാണ് പോകുന്നത് കേട്ടോ. കണ്ണൂർ ജില്ലയിലെ ഏറ്റവും പ്രശസ്തമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ് പറശ്ശിനിക്കടവ്. മാഹി ഹൈവേ ടച്ച് ചെയ്തിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. ഈ കണ്ണൂർ 34 കിലോമീറ്റർ നമ്മൾ വളരെ ചെറിയ സമയം കൊണ്ടൊക്കെ കവർ ചെയ്തത്. ഇപ്പം നല്ല തണുപ്പുണ്ട് കേട്ടോ. ഷിട്ടു തണുത്തിട്ട് ഞങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയാണ്. പറശ്ശിനിക്കടവ് എത്താൻ ഇനിയും ഒരുപാട് ടൈമുണ്ട്. നമ്മൾ ഈ പോകുന്ന റൂട്ട് തന്നെയാണ് കേട്ടോ കണ്ണൂർ സെൻട്രൽ ജയിലും പിന്നെ വിസ്മയ പാർക്കൊക്കെ വരുന്നത്. പറശ്ശിനിക്കടവ് മുത്തപ്പൻകാവിൽ ആദ്യമായിട്ട് വരുന്നവർക്ക് ഒരു കൗതുകം തന്നെയാണ് ഇവിടെ ഫുള്ള് കറങ്ങി നടക്കുന്ന ഈ നായ്ക്കൾ. ക്ഷേത്ര സന്നിധിയിലും പരിസരത്തും ഒട്ടേറെ നായ്ക്കൾ നമുക്ക് കാണാൻ പറ്റും. മുത്തപ്പൻ്റെ സഞ്ചാരിയായിട്ടാണ് ഇതിനെ എല്ലാവരും കണക്കാക്കുന്നത്. അതുപോലെ തന്നെ സ്വന്തം നായ്ക്കളായിട്ട് വരുന്ന കുറേ ആളുകളെ നമുക്കിവിടെ കാണാൻ പറ്റും. ചില വിശേഷ ദിവസങ്ങൾ ഒഴികെ എല്ലാ ദിവസവും തെയ്യക്കോലം കെട്ടിയിടുന്ന ഒരേ ഒരു കേരളത്തിലെ ക്ഷേത്രം മുത്തപ്പൻകാവ് തന്നെയാണ്. വളപട്ടണം നദിയുടെ തീരത്താണ് മുത്തപ്പൻകാവ് സ്ഥിതി ചെയ്യുന്നത്. തെയ്യക്കോലം കെട്ടിയാടുന്ന മുത്തപ്പനോട് നേരിട്ട് പറഞ്ഞാൽ ആശ്വാസം ലഭിക്കുന്നതാണ് വിശ്വാസം. മുത്തപ്പൻ 2 ദൈവിക ശക്തികളെയാണ് പ്രതിദാനം ചെയ്യുന്നത്. ചന്ദ്രകല കിരീടം ധരിച്ച ശിവനെയും മത്സ്യകിരീടം ധരിച്ച മഹാവിഷ്ണുവിനെയും. ഉണക്ക മീനും കള്ളും ഒക്കെ ഇവിടുത്തെ പ്രധാന നിവേദ്യങ്ങളിലൊന്നാണ്. അതിന് പിന്നിലും ഒരു ഐതിഹ്യമുണ്ട് കേട്ടോ. അയ്യങ്കര ഇല്ലത്തെ നാടുവാഴിക്ക് കുട്ടികളില്ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ പത്നിയായ പാടിക്കുറ്റി അന്തർജനം വളരെ ശിവഭക്തയായിരുന്നു. ശിവനു ബലിയായി അദ്ദേഹം പലതും ബലിയർപ്പിച്ചു. ഒരു ദിവസം സ്വപ്നത്തിൽ ശിവനെ കാണുകയും പിറ്റേ ദിവസം അടുത്തുള്ള അരുവിൽ അവർ കുളിച്ചു കഴിഞ്ഞു വരവേ ഒരു കുഞ്ഞു പൂമത്തിൽ കിടക്കുന്നത് കണ്ടു. മാതൃവാത്സല്യത്താൽ പാടിക്കുറ്റി കുഞ്ഞിനെയും ഇല്ലത്തേക്ക് കൊണ്ടുപോയി തൻ്റെ ഭർത്താവും സ്വന്തം മകനായി അംഗീകരിച്ചു. ദൈവം തന്ന നിധിയായി അവരതിനെ കണക്കാക്കി. ബ്രാഹ്മണ വിധിപ്രകാരമുള്ള പൂജാകർമ്മങ്ങൾ കുട്ടിയെ പഠിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുട്ടിക്ക് അതിലൊന്നും താല്പര്യമുണ്ടായിരുന്നില്ല. മറ്റു വിഭാഗക്കാരായ കുട്ടികളുമായി ചങ്ങാത്തം കൂടി മത്സ്യമാംസാദികളും കള്ളും സേവിച്ചു നടക്കുന്നത് പലരും അച്ഛൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇതിൽ മനം നൊന്ത അച്ഛൻ മകനെ പലതവണ തിരുത്തുവാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. ഒരു തവണ അച്ഛൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു ഭീഷണിപ്പെടുത്തി. ഇതിൽ കോപം വന്ന മകൻ മുറിക്കുള്ളിൽ പോയി കതകടച്ചിരുന്നു. കുറേ നേരമായിട്ടും മുറി തുറക്കാതിരുന്നതിനാൽ അച്ഛനും അമ്മയും വന്നു കതകിൽ തട്ടുകയും മുറി തുറക്കപ്പെടുകയും ചെയ്തു. മുറി തുറന്നപ്പോൾ അവർ കണ്ടത് അമ്പും വില്ലും ഏന്തിയ താടി വെച്ച തിളക്കമുള്ളൊരു വിശ്വരൂപമായിരുന്നു. മുത്തപ്പൻ തൻ്റെ അവതാര ഉദ്ദേശം വെളിപ്പെടുത്തി. പാവപ്പെട്ടവരെ സംരക്ഷിക്കുകയും സഹായിക്കുന്നതിനും വേണ്ടിയാണ് ജന്മമെടുത്തത് എന്നും മാതാപിതാക്കളെ അറിയിച്ചു കാട്ടിലേക്ക് യാത്രയായി. പയറും തേങ്ങാപ്പൂളും ചായയൊക്കെ ഇവിടുത്തെ പ്രധാന പ്രസാദങ്ങളിൽ ഒന്നാണ്. ക്ഷേത്രത്തിനുള്ളിൽ നമുക്ക് ATM സൗകര്യവും കൂടെ ഉണ്ട്. അങ്ങനെ ക്ഷേത്രത്തിനകത്ത് പോയി പ്രാർത്ഥിച്ചു കഴിഞ്ഞതിന് ശേഷം ഞങ്ങളിതപ്പോൾ തിരിച്ചിറങ്ങാനുള്ള പരിപാടിയിലാണ് കേട്ടോ. അപ്പോൾ തൊട്ടടുത്തുള്ള ഷോപ്പിലൊക്കെ കയറി ജസ്റ്റ് 2-3 കമ്മലൊക്കെ നോക്കി അതൊക്കെ മേടിച്ചിട്ട് ഇറങ്ങി കേട്ടോ. ഷിട്ടുവിനതപ്പോൾ ഇതുപോലത്തെ ഒരു പമ്പരം പോലത്തെ ഒരു സംഭവം വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ വണ്ടിയിൽ പോകുമ്പോൾ അത് കാറ്റിങ്ങനെ തട്ടിയിട്ടൊക്കെ കറങ്ങുന്നത് നോക്കിയിട്ട് മൂപ്പരാൾ കുറച്ചേരം അടങ്ങിയിരുന്നു. ഇനി ഇവിടെ തന്നെ തൊട്ടടുത്ത് തന്നെയാണ് നമുക്ക് പറശ്ശിനിക്കടവ് സൂ വരുന്നത്. നെക്സ്റ്റ് ഇനി നമുക്ക് അവിടേക്ക് പോവാം. ഇതാണ് പറശ്ശിനിക്കടവ് സ്നേക്ക് പാർക്ക്. അപ്പോൾ അത് നമ്മളിവിടുന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഉള്ളിലേക്ക് കയറുകയാണ് കേട്ടോ. ഭയങ്കര നീറ്റ് ആൻഡ് ക്ലീനാണ് അതിൻ്റെ ഉള്ളിൽ. കയറി ചെല്ലുമ്പം തന്നെ നമ്മൾ ഫസ്റ്റ് കാണുന്ന ഒരു വലിയൊരു അക്വേറിയം സെക്ഷനിലേക്കാണ് കേട്ടോ. കളർഫുൾ ആയിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഫിഷ് അവിടെ ഉണ്ട്. അക്വേറിയം സെക്ഷന് ശേഷം നമ്മൾ പിന്നെ പോകുന്നത്
ഈ ഇഗ്വാന, മുള്ളൻപന്നി, ഉടുമ്പ് ഇങ്ങനത്തെ ഒരു സെക്ഷനിലേക്കാണ് പിന്നെ നമ്മൾ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ പോയൊരു സമയത്ത് അവിടെ സൂവിൻ്റെ ഉള്ളിൽ വലിയ തിരക്കൊന്നും ഇല്ലാത്തൊരു ടൈമാണ്. ഏകദേശം മോർണിംഗ് എനിക്ക് തോന്നുന്നു ഒരു 10 മണിയൊക്കെ ആയിട്ടുണ്ട്, 10 മണി 10:30 ആയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഈ ജീവിനൊക്കെ കാണുമ്പോൾ ഇതൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ ഒതുങ്ങി കൂടിയിരിക്കുക, ഒരു ആക്റ്റീവ് അല്ലാത്ത പോലെ. അപ്പോൾ ഞങ്ങൾ അവിടെയുള്ള സ്റ്റാഫിനോട് ചോദിച്ചു അതെന്താ എല്ലാവരും ഇങ്ങനെ ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ അവർ ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് വിശ്രമിക്കുന്ന ടൈമിനാണ് നമ്മൾ കയറിയത്. അതാണ് ഇതെല്ലാം ഉറങ്ങുന്നത്. ഒന്നിനും ശരിക്കും സത്യം പറഞ്ഞാൽ കാണാൻ പറ്റിയില്ല. മെയിനായിട്ട് നമ്മൾ ഷിട്ടൂന് ഇതൊക്കെ കാണിച്ചു കൊടുക്കുക വിചാരിച്ചിട്ടാട്ടോ സൂവിൽ കയറിയത് തന്നെ. പക്ഷേ ഷിട്ടൂനും സത്യം പറഞ്ഞാൽ ഒന്നും മര്യാദയ്ക്ക് കാണാൻ പറ്റിയിട്ടില്ല. പിന്നെ കുരങ്ങന്മാർ സൂവിൻ്റെ പുറത്തും അകത്തുമായിട്ട് കുറേ എണ്ണം ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞ് മുത്തപ്പങ്കാവിന്ന് അവിടെ നിന്നും കുറേ എണ്ണം അങ്ങനെ പുറത്ത് വരലുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ കാണുന്ന ഒരു സെക്ഷൻ കണ്ടോ, നമ്മൾ ഓരോരുത്തർക്കും ഓരോ നാളുണ്ടാവില്ലേ, അപ്പോൾ ആ നാളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഓരോ വൃക്ഷം ഏതാണ് അതങ്ങനെ ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഒരു കുക്കിനെ കണ്ടോ, ഈ കുക്കിൻ്റെ പേരാണ് കേട്ടോ കന്യാസ്ത്രീ കുക്ക് എന്ന്, ഒരു വെറൈറ്റി പേരില്ലേ. ഇനിയാണ് നമ്മൾ കുറച്ചും കൂടെ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് പോകുന്നത് കേട്ടോ. ഇനി ഫുള്ള് ഈ പാമ്പിൻ്റെ സെക്ഷനാണ്, സ്നേക്കിൻ്റെ സെക്ഷനാണ്. പാമ്പിൻ്റെ സെക്ഷനിലും തന്നെ കേട്ടോ അവസ്ഥ. എല്ലാ പാമ്പുകളും ഭയങ്കര വിശ്രമത്തിലാണ്. എല്ലാവരും ഫുഡ് അടിച്ചിട്ട് ഇരിക്കുന്ന ടൈമാണെന്നാണ് പറഞ്ഞത്. ഈ ചില്ലിലൂടെ കണ്ടോ, ഞങ്ങളെ കൂടെ ഒരു ഏട്ടനും കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന ഒരു സ്റ്റാഫാണ് അത്. അവർ ഈ പറഞ്ഞ പോലെ ഡെയിലി ഈവനിങ്ങും മോർണിംഗും അവരവിടെ ഉള്ള കൗണ്ട് എടുക്കും. അവർ അണ്ടറിൽ വരുന്ന ഓരോ ജീവിൻ്റെയും കൗണ്ട് നോക്കാൻ വരുന്നതാണ്. അപ്പോൾ ആ ഏട്ടനാ പറഞ്ഞവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുന്ന ടൈമാണെന്ന്. ചില കൂടിലേക്കൊന്നും നോക്കുമ്പോൾ നമുക്ക് പാമ്പിനെ കാണാൻ പറ്റില്ല കേട്ടോ. പക്ഷെ അത് ഹൈഡ് ചെയ്തിരിക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ തീരെ അതിൻ്റെ അകത്തൊന്നും ഉണ്ടെന്ന് വിചാരിക്കൂല. ശരിക്കും നോക്കിയാലേ ഉള്ളൂ ചിലതിനൊക്കെ കാണുക. സൂവിനകത്ത് നമുക്ക് കോഫി ഷോപ്പും ടീ സ്റ്റാളും ഒക്കെ അവൈലബിൾ ആണ്. ബാത്റൂം സൗകര്യം ഒക്കെ ഉണ്ട്. അപ്പം ഫാമിലി ആയിട്ടും ഇതുപോലെ കുട്ടികളൊക്കെ ആയിട്ട് വരുന്നവർക്ക് നല്ലൊരു സ്പോട്ടാണ് കേട്ടോ പറശ്ശിനിക്കടവ് സൂ എന്ന് പറയുന്നത്. നമുക്ക് മക്കൾക്കൊക്കെ ഓരോന്നും ഇൻട്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെ കാണിച്ചു കൊടുക്കാനൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയൊരു സ്പോട്ട് തന്നെയാണ്. അപ്പോൾ എനിക്കൊരുപാട് ഇഷ്ടമായി. ഇനി നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോവാണ് കേട്ടോ. നല്ല വിശപ്പുണ്ട്, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം, എന്നിട്ട് നേരെ വീട് പിടിക്കണം കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒന്നും ഇത്രയേ ഉള്ളൂ. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ഇട്ടത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെയും കണ്ടിന്യൂസ് വീഡിയോസ് ഇടണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയി വരുന്നവരേക്കും ടാറ്റാ ബൈ ബൈ, സീ യു.